ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് അവരിപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പം ഇലക്ട്രിക്കൽ ഏതൊക്കെ പോസിബിൾ ഇല്ലെന്ന് കാര്യം നമുക്ക് നോക്കാം. ഇത് നമ്മളെ www.kdrb.kerala.gov.in എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യാം. എന്നിട്ടാണ് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. PSCയുടെ പോലെ തന്നെയാണ്. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എലിജിബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 12/2025 കാറ്റഗറി നമ്പർ 12/2025. അസിസ്റ്റന്റ് ലൈൻമാൻ എന്നാണ് പോസ്റ്റിന്റെ പേര് കേട്ടോ. അസിസ്റ്റന്റ് ലൈൻമാൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. KDRB, അതായത് കേരള ദേവസ്വം ബോർഡിൽ ഇഷ്ടംപോലെ ദേവസ്വം ഉണ്ടല്ലോ. ഗുരുവായൂർ ദേവസ്വം ഉണ്ട്, തിരുവിതാംകൂർ ഉണ്ട്, കൊച്ചിൻ ഉണ്ട്. അപ്പൊ അതിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ശമ്പള സ്കെയിൽ 26,500 തൊട്ട് 60,700 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC, പിന്നെ എന്ത് ചെയ്യാം, വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം, അതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 16 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 16 വേക്കൻസി ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടുതൽ 3 വർഷവും നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ IT ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഡിപ്ലോമ BTech ഒക്കെ അപ്ലൈ ചെയ്യാണ്ട് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. എനിവേ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കയറി നിങ്ങൾക്ക് അവിടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാണ്ട് പറ്റുന്നുണ്ടോ. അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനെയാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 20 തൊട്ട് 36 വയസ്സ് വരെയാണ് കേട്ടോ. ഓക്കെ, 20 തൊട്ട് 36 വയസ്സ് വരെയാണ്. അതേപോലെ SC ST കാൻഡിഡേറ്റ്സിനൊക്കെ എന്താ അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിലിപ്പം എക്സാം ഫീ വന്നിട്ടുള്ളത് OBCക്ക് അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. 400 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. SCക്ക് 200 രൂപ, STക്ക് 200 രൂപ, OBCക്ക് 400 രൂപ, EWSന് 400 രൂപ. ഇത്രയാണ് എന്താ എക്സാം ഫീസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ആ, ഇത് ഹിന്ദുസിന് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, വേറെ ആർക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇത് ഏറ്റവും അധികം പറയുന്നുണ്ട്. പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യൽ അവിടെ എന്താ പറയണ്ടേ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്താ അവിടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ 16 എന്നുള്ളത് കൃത്യമായിട്ട് എന്താ അവിടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതില് ആ ഒരു ഇവർക്ക് തന്നെ ഇവിടെ ഇവരുടെ സൈറ്റിൽ കയറി നമുക്ക് അവിടെ റൊട്ടേഷൻ ചാർട്ടൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, 24-ാം തീയതി ഏപ്രിൽ 28 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് കേട്ടോ. ഏപ്രിൽ 28 അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് ഗുരുവായൂർ ദിവസം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരായിരിക്കും നിങ്ങളുടെ എക്സാം സെന്റർ ഉണ്ടാവാനുള്ള ചാൻസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. ഓക്കെ, തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം തൃശ്ശൂരും നിയർ ബൈ ഡിസ്ട്രിക്റ്റിലേക്കും പോവാം. അല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, എക്സാം ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ പോസ്റ്റുകളിലേക്കൊന്നും വിളിച്ചിട്ടില്ല. പിന്നെയുള്ളത് വർക്ക് സൂപ്രണ്ട് ആണ്. വർക്ക് സൂപ്രണ്ട് സിവിൽ ആണ് വന്നിരിക്കുന്നത്. പിന്നെ പ്ലംബർ, IT പ്ലംബർ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.